ഒഞ്ചിയത്തെ ആർ.എം.പി നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് 4-ാം പ്രതി ടി.കെ. രജീഷിന് കണ്ണൂർ താണയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നത് രാഷ്ട്രീയ വിവാദമാകുന്നു. കഴിഞ്ഞ 9-ാം തീയതിയാണ് രജീഷിനെ താണയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ആയുർവേദ ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് കിടത്തി ചികിത്സ നിർദ്ദേശിച്ചത്. DMO അടങ്ങിയ മെഡിക്കൽ ബോർഡ് ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് വഴിവിട്ട് പരോൾ അനുവദിച്ചതുൾപ്പെടെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് ടി.കെ. രജീഷിന്റെ കിടത്തി ചികിത്സ. 2018-ൽ ടി.പി. വധക്കേസ് പ്രതികൾ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നടത്തിയത് വിവാദമായിരുന്നു. കോടതിയിൽ വിചാരണയ്ക്കെത്തിച്ച കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിച്ചതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് മറ്റൊരു വിവാദം കൂടി പുറത്തുവരുന്നത്. എന്നാൽ സംഭവത്തിൽ സർക്കാർ വൃത്തങ്ങളോ ജയിൽ ഉപദേശക സമിതിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. CPM കേന്ദ്രങ്ങളും മൗനത്തിൽ തന്നെ തുടരുകയാണ്. നേരത്തെ ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളത്തോക്ക് ഇടപാടുകൾ നടത്തിയ കേസിലെ പ്രതിയാണ് ടി.കെ. രജീഷ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് മാത്രമല്ല, നിരവധി കേസുകളിൽ പ്രതിയാണ് ടി.കെ. രജീഷ്. 2023 ജൂണിലാണ് ടി.കെ. രജീഷിനെ കേരളത്തിലേക്കുള്ള തോക്കുകടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരു കബൺ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയുധക്കടത്തിന് പിന്നിൽ ഭീകരവാദ ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് കർണാടക പോലീസ് രജീഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഇവന്റ് മാനേജ്മെന്റ് സംഘാടകനും മലയാളിയുമായ നീരജ് ജോസഫ് തോക്ക് വിൽപ്പനയ്ക്കായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടെ ബംഗളൂരു ക്വീൻസ് റോഡിൽ അറസ്റ്റിലായിരുന്നു. ഇയാളുടെ ആഡംബര കാറിൽ നിന്നും 3 പിസ്റ്റളുകളും 99 വെടിയുണ്ടകളും പിടിച്ചെടുത്തിരുന്നു. മ്യാൻമറിൽ നിന്ന് കടത്തുന്ന പിസ്റ്റളുകൾ നാഗാലാൻഡിൽ നിന്ന് 70,000 രൂപ നിരക്കിലാണ് വാങ്ങിയിരുന്നത്. രജീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് തോക്ക് കടത്തുന്നതെന്ന് നീരജ് വെളിപ്പെടുത്തിയതോടെയാണ് അന്വേഷണം കണ്ണൂരിലേക്ക് നീണ്ടത്. ജയിലിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ കൊടിസുനി അടക്കമുള്ളവർക്കെതിരെ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ടി.കെ. രജീഷിനെതിരെയും സമാനമായ ആരോപണം ഉണ്ടാകുന്നത്. അതീവ സുരക്ഷയോടെ പാർപ്പിക്കേണ്ട പ്രതികളിൽ ഒരാളായ രജീഷിനെ ജില്ലാ ആയുർവേദ ആശുപത്രി പോലെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് ചികിത്സ നൽകുന്നതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. ജയിൽ ഉപദേശക സമിതി അംഗം പി. ജയരാജന്റെ അതീവ വിശ്വസ്തരിൽ ഒരാളായാണ് രജീഷ് അറിയപ്പെടുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ആയുർവേദ ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് കിടത്തി ചികിത്സ നിർദ്ദേശിച്ചത്. DMO അടങ്ങിയ മെഡിക്കൽ ബോർഡ് ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് വഴിവിട്ട് പരോൾ അനുവദിച്ചതുൾപ്പെടെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ടി.കെ. രജീഷിന്റെ കിടത്തി ചികിത്സ ആരോപണം വരുന്നത്. പണ്ടിത്തരത്തിൽ ഈ പ്രതികളൊക്കെ തന്നെ ആയുർവേദ ചികിത്സ തേടിയപ്പോൾ അത് വലിയ വിവാദമായി മാറിയതായിരുന്നു. കോടതിയിൽ വിചാരണയ്ക്ക് എത്തിച്ച കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിച്ചതിൽ 3 പോലീസുകാരെ അന്ന് സസ്പെൻഡ് ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് പുതിയൊരു വിവാദം കൂടി ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്.